ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ ഈ വ്ളോഗ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ട്രാവൽ ചെയ്യാൻ തീരുമാനിക്കുന്നത്. പോകുന്നത് വേറെ എവിടെയല്ല, ഹൈദരാബാദാണ്. പോകുന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങുവാണ്. ബാക്കി വീഡിയോ ഒക്കെ ഞങ്ങൾ പുറകെ ഞങ്ങൾ പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നതാണ്. ബാക്കി നമുക്ക് പോകുമ്പോൾ കാണാം. ഓക്കെ. എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ നമ്മുടെ നാട് വിട്ടു പോകുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ എന്നെ പോലുള്ള അഭിപ്രായമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ ട്രെയിൻ ചങ്ങനാശ്ശേരി വഴിയായതുകൊണ്ട് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. AC റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമുക്ക് ഈ നമ്മുടെ കുട്ടനാടിൻ്റെ ഹരിതാപം പച്ചപ്പും ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടത്തില്ല. പിന്നെ കുട്ടികളുടെ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ അവർക്കും ഒരു സന്തോഷമൊക്കെ ആകും. നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയും നിങ്ങൾക്കും അതിനെക്കൂടി ഓരോ സ്ഥലങ്ങൾ കാണുകയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ആലപ്പുഴ വഴി ഡയറക്റ്റ് ട്രെയിൻ ഇല്ല നമുക്ക് ഹൈദരാബാദ് പോകാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ വണ്ടി കയറുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ വരും. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വണ്ടി കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമുക്ക് പോകാനുള്ള ട്രെയിനൊക്കെ വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ വൻ ഹാപ്പിയാണ്, കണ്ടില്ലേ? അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഞങ്ങൾക്കൊക്കെ സീറ്റ് കിട്ടുന്നുണ്ട്. ഞങ്ങളെല്ലാവരും സീറ്റിലിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് 3 സീറ്റ് കൺഫേം ആയിട്ടുള്ളൂ. ഇനി 3 സീറ്റും കൂടെ കിട്ടാനുണ്ട്. ഭയങ്കര ചൂട്, വിഷനായിട്ട് വയ്യ. ഇത് ഞങ്ങൾ ചക്കവർത്തൊക്കെ മേടിച്ച് ചക്കവർത്തയും എല്ലാം മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷന്നിട്ട് വയ്യ. ഉച്ചക്ക് കഴിക്കാനായിട്ട് ഫുഡ് മേടിച്ച ഫുഡിനോടുള്ള വിശ്വാസത്തിൻ്റെ കൂടുതൽ കൊണ്ട് നമ്മൾ സ്വിഗ്ഗി ഓർഡർ ചെയ്തിട്ട് നമ്മളിവിടുന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്യുമായിരുന്നു. സംഭവം ചിക്കൻ ഫ്രൈഡ് നൂഡിൽസാണ് വാങ്ങിച്ചത്. മിക്സഡാണ്, എഗ്ഗും ചിക്കനും കൂടെ മിക്സ് ആയിട്ടുള്ള നൂഡിൽസാണ് വാങ്ങിച്ചത്. സംഭവം ഫ്രൈഡ് റൈസാണ്, സോറി നൂഡിൽസ് അല്ല, ഫ്രൈഡ് റൈസാണ്. സംഭവം കുഴപ്പമില്ല, ഒരു ആവറേജ് ഐറ്റം. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും കഴിക്കാനുള്ളതിന് കൂടുതൽ ഇടുമ്പോഴേ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഉച്ചക്കത്തെ ഭക്ഷണം ഇതിലൊതുക്കി. ഓക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളിത് 2-3 മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, അത്യാവശ്യം നല്ല കട്ട് ഫ്രൂട്ട്സ് ഒക്കെയാണ് എല്ലാം. ഈ കാണുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ്. വെള്ളമൊന്നുമില്ല, വെള്ളമെല്ലാം വറ്റിയിരിക്കുന്നത്. ചൂട് കാറ്റാണ് കേട്ടോ ഗൈസ്. നല്ല രീതിയിൽ ചൂടുണ്ട്. പുറത്താണെങ്കിലും അകത്താണെങ്കിലും നല്ല ചൂടുണ്ട്, നല്ല വെയിലും ഉണ്ട്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയി. ഇപ്പം ഞാൻ ഒരു ചായ മേടിച്ച്, ചായ എന്ന് പറയാൻ പറ്റത്തില്ല, കുഴപ്പമില്ല. ഇപ്പം സന്ധ്യയൊക്കെ ആയി. അതേ ഞങ്ങൾ കുറച്ച് റിലാക്സൊക്കെ ആയിട്ടിരിക്കുക. രാത്രിത്തെ ഫുഡ് വന്നിട്ടുണ്ട്. ചപ്പാത്തിയും കിഴങ്ങറിയുമാണ്. കിഴങ്ങറിക്കാണ് നല്ല എരിവായിരുന്നു കേട്ടോ. പക്ഷെ കൊള്ളാം, നല്ല ചപ്പാത്തിയും കിഴങ്ങറിയായിരുന്നു. ഞങ്ങളെല്ലാവരും മേടിച്ച് കഴിച്ച് ഇനി കിടന്നുറങ്ങുക. ഇനി നാളെ രാവിലെ കാണാം. എന്തായാലും ബാക്കി വിശേഷങ്ങൾ രാവിലെ ആയിരിക്കും. ഇതിപ്പോൾ രാവിലെയൊക്കെ ആയിട്ടുണ്ട്. ആഹാ, എന്ത് രസം കാണാൻ. എനിക്കൊന്നിവിടെ കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് കിടക്കുന്ന പാടമാണെന്ന് തോന്നുന്നു. മഞ്ഞുമുണ്ട്, അതേപോലെ ചൂടുമുണ്ട്. നല്ലൊരു ചായ വന്ന്. രാവിലത്തെ ചായയും കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. രാവിലെ ഞങ്ങൾ ഇഡലിയും ചമ്മന്തിയും ഉഴുന്നുവടയും കൂടെ ആയിട്ടാണ് മേടിച്ചിരിക്കുന്നത്. ചമ്മന്തിക്കും നല്ല എരിവായിരുന്നു, കുഴപ്പമില്ല, നല്ല ഫുഡൊക്കെ ആയിരുന്നു. പേൾസിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന ഹൈദരാബാദിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സിക്കന്ദരാബാദാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. സ്റ്റേഷനിൽ വാതിക്കലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ആദ്യം തന്നെ ഫ്രഷ് ആകണം. ആകപ്പാട് മൊത്തം മഷായിരിക്കും അല്ലേ. ഇന്നലെ ഇന്നലെ ഇറങ്ങുന്നത്. നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. റൂമിലോട്ട് പോയി ഫ്രഷ് ആയതിനു ശേഷമാണ് ഞങ്ങൾ പുറത്തോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ റൂമിലോട്ട് പോയിട്ട് റൂമിൻ്റെ വിശേഷം കൂടെ കാണിച്ചിട്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കും. പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ റൂമിലോട്ട് പോയിട്ട് ബാക്കി കാണാം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഹോട്ടൽ ടൗൺ ഹൗസ് എന്നും പറഞ്ഞാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ എന്താണ്ടേ ഉള്ളൂ. അടുത്ത് തന്നെയാണ്. കൊള്ളാം, നല്ല റൂമൊക്കെയാണ്. അവരെല്ലാം കയറി കണ്ട്. ഇപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറുവാണ്. ലഗേജൊക്കെ അവരെടുത്തോണ്ട് വരുന്നുണ്ട്. നമുക്ക് അകത്തോട്ട് കയറിയിട്ട് എങ്ങനെയൊക്കെ ഉണ്ടോ നോക്കാം. റൂമും കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ചൂട് കൊണ്ട് വയ്യ, കരിഞ്ഞു പോകുമെന്ന് തോന്നുന്നു ഈ അവസ്ഥയിൽ പോയാൽ. അത്രയ്ക്ക് ചൂടാണ്. ഞാൻ അതിൻ്റെ അകത്തോട്ട് കയറുവാണ്. കൊള്ളാം, പരിസരമൊക്കെ അകത്തുമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. അവർ 3 പേരും ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ കൊടുക്കുവാണ് അവിടെ. എന്തായാലും നല്ല ഹോട്ടലൊക്കെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് റൂമിലൊക്കെ പോയി നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അതേ ഇപ്പം നമുക്ക് ലഗേജ് എല്ലാം എടുത്തിട്ട് നമുക്ക് ലിഫ്റ്റിലോട്ട് കയറാം. ഇതേ അവരെല്ലാം കയറിയിട്ടുണ്ട്, ഞാനും കൂടെ കയറുവാണ്. നമുക്ക് 2ാമത്തെ ഫ്ലോർ എന്താണ്ടാണെന്ന് തോന്നുന്നു.
ഇപ്പോൾ നമ്മൾ കയറി, നമ്മുടെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്, അവരെല്ലാം പുറത്തോട്ട് പോയിരിക്കുവാണ്. ഇതാണ് നമ്മുടെ റൂം. കൊള്ളാം, നല്ല റൂമാണ്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള റൂമൊക്കെയാണ്. അവരുടെയും 2 അടുത്തടുത്ത് തന്നെയാണ് അവരുടെ റൂമുകളും, നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷ് ആകുവാണ്. ആകെ ടയേർഡായിട്ടിരിക്കും. ഇന്നലെ ഞങ്ങൾ ട്രെയിനിൽ കയറിയതല്ലേ, ഇന്നാണ് എത്തിയത്. ഇന്ന് ഉച്ചയൊക്കെ ആയപ്പോൾ, ഇന്ന് നേരത്തെ എത്തി. 12:45 12:30 ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞ ട്രെയിൻ 12 മണിയായപ്പോൾ തന്നെ ഇന്ന് എത്തി. ഇന്ന് നേരത്തെ എത്തി. എന്തായാലും ഞങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആകട്ടെ. അപ്പം ഞങ്ങളുടെ ഹൈദരാബാദ് യാത്രയുടെ ആദ്യത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. റൂമിലെത്തി. റൂമിൽ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അവൾ ഫ്രഷ് ആയിട്ടുണ്ട്, ഞാൻ ഫ്രഷ് ആകാൻ പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് ആദ്യം പോയി എന്തെങ്കിലും കഴിക്കണം. ഭയങ്കര വിശപ്പ്. ഇവിടുത്തെ സ്പെഷ്യലൊക്കെ കഴിക്കണമെന്ന് ഉണ്ട്. നമ്മൾ വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഇനിയും മുന്നോട്ടുള്ള. കാണുന്നവരും മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട്. വെറുതെ വീഡിയോ കണ്ടിട്ട് പോകുന്ന അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. എന്നാൽ ഇനിയും ഇങ്ങനത്തെ ഉള്ള വീഡിയോ ഞങ്ങൾക്ക് ഇടാൻ പറ്റത്തുള്ളൂ. പിള്ളേർക്ക് ഇതേ ഇവിടെ കുളിച്ചിട്ട് ഒരുങ്ങിയിട്ടില്ല, തുണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നു, കണ്ടില്ലേ? അപ്പം ഞങ്ങൾ എന്തായാലും ഞാനിവിടെ ഫ്രഷായിട്ട് ഞങ്ങൾ എന്തായാലും പുറത്തോട്ട് പോകും. ഇനിയുള്ള അടുത്തുള്ള വീഡിയോകളിലെല്ലാം നമ്മുടെ യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങളും ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ എന്താണ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നിങ്ങൾക്കും കൂടെ അറിയിച്ചു തരുന്നതാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.